നമസ്കാരം, പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക്, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത്. ഇത് മധുരമൊന്നും ഉള്ളതല്ല, കുറച്ച് ഒരു സ്പൈസി എന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസിയുമല്ല. ഞാനിതിൽ എരിവൊക്കെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, പിന്നെന്താ കുറച്ച് മൈദ അല്ലെങ്കിൽ മുട്ട, പിന്നെ കുറച്ച് റസ്ക് പൊടി, റസ്കോ ബ്രെഡോ എന്തിൻ്റെ ആണെങ്കിലും പൊടി, ബ്രെഡ് ക്രംസ് എന്നൊക്കെ പറയില്ല, അത് ഇത്രയുമാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ അത് എണ്ണ എന്തായാലും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വേണേൽ വെളിച്ചെണ്ണ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണയുടെയൊക്കെ വില കണക്കാക്കി ഞാനിന്ന് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയുടെ വില എങ്ങോട്ടായി പോകുന്നത് അല്ലേ? തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ എന്താ വില, ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കാണിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി, ഉള്ളു നല്ല സോഫ്റ്റ്. ഞാനിത് കഴിച്ചും കാണിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് നമ്മുടെ വീഡിയോയിൽ പോയി വരും. വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് 2 എണ്ണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 1/4 കപ്പ് മൈദ, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു ബാറ്റർ പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് വേവിച്ചത്. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊന്നും ഇടാതെയാണ് വേവിച്ചത്. അതുകൊണ്ട് ഇത് ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഒന്ന് ഉടച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ്. എരിവിന് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഒരൽപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരുപാട് ചുവ വരരുത്, കുറച്ച്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലോർ. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് ഫോർക്ക് തന്നെ വെച്ച് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. നമ്മളിതിൽ ചോപ്പ് ചെയ്ത മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. കുറച്ച് റസ്ക് പൊടി വേണം നമുക്ക്. ഞാനിവിടെ ഒരു 4 റസ്ക് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാം. നാല് റസ്ക് എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്.
പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബാറ്ററിൽ മുക്കി, നമ്മൾ മൈദയുടെ ബാറ്ററാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട അടിച്ച് ഒരു മുട്ട എങ്ങാനും എടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് അതിൽ മുക്കിയാലും മതി. നമ്മൾ ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതുപോലെ. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തു. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ബാച്ചാണ്. സോസ് കൂട്ടി കഴിക്കാൻ പോവാം. ഞാൻ ചൂടോടുകൂടി കഴിച്ച് നോക്കാമെന്ന് വെച്ചു. നല്ല ചൂടുണ്ട്. ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ടേസ്റ്റി. സോസ് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ ചട്നി കൂട്ടി കഴിക്കാം. നല്ല സോഫ്റ്റ്. അധികം ചേരുവകളൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കണം. എൻ്റെ ഈ ഈവനിങ് സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് കാണുമ്പോൾ തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കുക. അതെനിക്ക് വളരെയധികം ഉപകാരപ്പെടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. അതും നിങ്ങളൊന്ന് അറിയിച്ചേക്കൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ താങ്ക് യു, ബൈ.